ഞാൻ ഹിതശ്രീ. ഇന്ന് ടീച്ചേഴ്സ് ഡേ. നമുക്ക് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. അതും വെറും ഈ വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഗ്രീറ്റിംഗ് കാർഡ് ഇതുപോലെ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ ഉണ്ടോ, ഇതുപോലെ ഞാൻ നേരിക്ക് വെച്ചത് ഇതുപോലെ ഒരു പുസ്തകത്തെ പോലെ ഇങ്ങനെ മടക്കണം. ഇനി നമുക്കത് തുറക്കാം. കണ്ടോ, ഇവിടെ നല്ലോണം മടക്ക് അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ കണ്ടോ, ഇങ്ങനത്തെ ഒരു പാട്, ഈ പാടിൻ്റെ അവിടെ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വെച്ച് കൊടുക്കണം. കണ്ടോ, ഈ ട്രയാങ്കിൾ ഷേപ്പ് വെച്ച് കൊടുക്കുമ്പോൾ ഈ വരേൻ്റെ അവിടെ തന്നെ വരണം ട്രയാങ്കിൾ ഷേപ്പ്. കണ്ടില്ലേ? ഇപ്പുറത്ത് അതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് കൊടുക്കാം. പിന്നെ കറക്റ്റ് അളവിലെല്ലാം ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഫുള്ളങ്ങ് കൊള്ളാവും കേട്ടോ. ഇതുണ്ടോ, ഈ മോനെ പോലെ ഇവിടെയും ചെയ്യണം. കണ്ടോ, ഇതുപോലെ രണ്ട് വശത്തും ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗമില്ലേ, ഈ രണ്ട് ഭാഗം എടുത്തിട്ട് ഈ വരേൻ്റെ ഇവിടേക്ക് മടക്കാം. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഭാഗം എടുത്തിട്ട് ഈ വരേൻ്റെ ഇവിടേക്ക് മടക്കണം. എന്നിട്ട് നല്ല അമർത്തി കൊടുക്കണേ. ഇത് ഇവിടെ ഈ ഭാഗം മടക്കി. ഇനി ഇതുപോലെ ഇപ്പുറത്തും ചെയ്യണം. ഇതെങ്ങനെയാണ് മടക്കിയെന്നറിയില്ലേ? ഇതുപോലെ ഇവിടുന്ന് ഇതുപോലെ ഈ വരേൻ്റെ കറക്റ്റ് വളവിൽ മടക്കാം. ഇതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യണം. ഇത് കണ്ടോ, നമ്മൾ ഈ രണ്ട് സൈഡിലും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് കൂർത്ത മുനമ്പില്ലേ, ആ മുനമ്പ് ഇതുപോലെ ഇവിടുന്ന് മുനമ്പ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കണം. ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കണം, കറക്റ്റ് ലെവലയക്കണം. ഇതുണ്ടോ, ഈ ഷേപ്പ് ഇവിടെയും ചെയ്ത് കൊടുക്കണം. ഇതുണ്ടോ, നമ്മൾ ഈ മുക്കും കൂടി ചെയ്തു. ഇത് തിരിക്കാം. അപ്പോൾ കണ്ടോ, കറക്റ്റ് ബോക്സ് ഷേപ്പ്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടിയില്ലേ? ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗ്രീറ്റിംഗ് റൈറ്റിങ്സ് ഒക്കെ എഴുതാം. അത് ഞാൻ എഴുതുന്നു. കണ്ടോ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇനി നമുക്ക് കുറച്ച് ഡിസൈൻസ്. ഇവിടെ ഞാനൊരു എസ് വരയ്ക്കുന്നു. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലൊരു ലവ്, പിന്നെ ഏറ്റവും താഴെ ഒരു ബലൂൺ. ഇത്രയും സാധനങ്ങൾ ഞാൻ വരച്ചു. ഇതുപോലെ തന്നെ കുറച്ച് കളേഴ്സ് കൊണ്ട് വേറെ ഈ 3 സാധനങ്ങൾ വേറെ വരയ്ക്കുന്നത് ഞാൻ കാണിച്ചിടാം. ഓക്കെ, ഞാൻ കണ്ടോ, പല ഒരു ഓറഞ്ച്, മഞ്ഞ, ലൈറ്റ് വച്ച, ഡാർക്ക് വച്ച, നീല, റോസ്, റെഡ്, അങ്ങനത്തെ കുറച്ച് കളർ കൊണ്ട് ഞാൻ ചെയ്തു. ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ സ്പേസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു സ്മൈലി ഫേസാണ്. അപ്പോൾ ഞാൻ അതിന് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. കണ്ടോ, സർക്കിൾ. ഇത് ഫുള്ളും കളർ കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കളർ കൊടുക്കണം. കളർ കൊടുക്കാൻ നിങ്ങൾക്ക് ക്രയോൺ കൊണ്ട് കൊടുക്കാം. ഞാൻ സ്കെച്ച് പെന്നോട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ, ഫിനിഷായി കിട്ടാനാണ്. കണ്ടോ, ഇനി നമുക്ക് അതിലേക്ക് റെഡ് എടുക്കാം. റെഡ് എടുത്തിട്ട് നമുക്ക് ലവ് ഷേപ്പിലുള്ളൊരു കണ്ണ് വരയ്ക്കണം. പിന്നെ പതുക്കെ വരയ്ക്കണം. സ്കെച്ച് പെന്നോട് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ സ്കെച്ച് പെന്ന് വരച്ചാൽ ഓക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് വരയ്ക്കണം. റെഡ് കണ്ണാണ്. പിന്നെ വായ നമ്മുടെ ബ്ലാക്കാണ് കേട്ടോ, വായ ബ്ലാക്കാണ് നമുക്ക് വേണ്ടത്. ഞാൻ പേന കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് നല്ല ഡാർക്ക് പേന കിട്ടും. ബ്ലൂ ആണ് കളറെങ്കിലും നല്ല ഡാർക്ക് ആയിരിക്കും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സ്മൈലി ഫേസ് വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ഒരു റാ വരച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം അടിക്കുക. ആ ഗ്യാപ്പ് വിടണം കേട്ടോ, ഗ്യാപ്പ് വയല്. എന്നിട്ട് നമുക്ക് റോസ് എടുത്തിട്ട് ആ ഗ്യാപ്പിലടിക്കണം. കണ്ടോ,
അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ ഒക്കെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ നമുക്ക് ഒരു കുഞ്ഞ് ഫ്ലവർ വരച്ച് കൊടുക്കാം. കണ്ടോ? കുഞ്ഞ് റോസ് വരയ്ക്കാം. അതിൻ്റെ മേലെ കൂടെ ഒരു കുഞ്ഞ് റെഡ് വരയ്ക്കാം. അതിൻ്റെ മേലെ കൂടെ ഓറഞ്ച് വരയ്ക്കാം. അതിൻ്റെ മേലെ കൂടെ മഞ്ഞ വരയ്ക്കാം. അതിൻ്റെ മേലെ കൂടെ ലൈറ്റ് പച്ച വരയ്ക്കാം. ലൈറ്റ് പച്ച ഇല്ലല്ലോ, അപ്പോൾ നീല വരയ്ക്കാം. അപ്പോൾ അടിയിലത്തെ സ്ഥലമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പൂവും നല്ല ഭംഗിയുള്ള ഇതായി. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇവിടം വരെ ഇങ്ങനെ മടക്കണം. കണ്ടോ? ഇവിടം വരെ ഇങ്ങനെ ഒന്ന് മടക്കാം. കണ്ടോ? ഈ മോനമ്പ് കാണുന്ന വരെ മടക്കണം. അതുപോലെ ഇനി ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മടക്കണം. ഇപ്പോൾ ഫുള്ള് മൂടി. ഇവിടെ കണ്ടോ? ഇവിടെ ഒന്നുമില്ല. കണ്ടോ? ഇനി നമുക്ക് തുറക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ മോനമ്പില്ലേ, ആ മോനമ്പ് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ അത് ഒന്ന് വിടർത്തണം. ഇതുപോലെ ഒന്ന് വിടർത്തണം. അത് സിമ്പിൾ ട്രിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വിടർത്തിയില്ലെങ്കിൽ നമുക്കൊരു ചുളിവൊക്കെ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്തിട്ട് ഇതിൻ്റെ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ മൊനമ്പില്ലേ, ഈ മൊനമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. കണ്ടോ? എന്നിട്ട് ഈ മൊനമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക്. കണ്ടോ? എനിക്ക് ചുളിവ് പറ്റുന്നുണ്ടായിരുന്നു ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ തന്നെ. ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത് ലാസ്റ്റ് ഫിനിഷിങ് ടൈമാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇവിടെ ഒന്നുമില്ലല്ലോ, കുറച്ചും കൂടി ഭംഗിയാക്കാം. ഇവിടെ എഴുതണം TEACHERS ടീച്ചേഴ്സ്. വേറെ കളർ കൊണ്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാൻ വേറെ കളർ വേർഡിന് മാത്രം ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിയിട്ട് നമുക്ക് ഒരു വേറെ ഏതെങ്കിലും കളർ എടുക്കാം. അതിൻ്റെ ഇവിടെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം, വെറുതെ ഒരു ഭംഗിക്ക്. കണ്ടോ? വേറെ ഒരു കളർ എടുത്തിട്ട് ഇവിടെ ഈ സൈഡിൽ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് അവിടെ എഴുതണം ഒരു വേർഡ് എഴുതണം. ഒരു വേർഡും കൂടി എഴുതാനുണ്ട്. PULL എഴുതിട്ട് റെഡ് മാർക്കർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? ഒരു ഏരോ മാർക്ക് പോലെ വരച്ചിട്ട് കണ്ടോ? ഷേപ്പ് അടിക്കുക. പുള്ളിയിട്ട് ഇങ്ങനെ വഴുതണം. കണ്ടോ? അപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ ആയി. ഇത് ഞാൻ ഇങ്ങനെ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇങ്ങനെ പിടിക്കുക. ഫുൾ ആക്കുമ്പോൾ ഇങ്ങനെ തുറക്കത്. ടിങ് ടിങ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വേറെ ടീച്ചർമാർക്ക് ഇതുപോലെ ഞാൻ മടക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മൊനമ്പ് വെക്കാം. ഇതുപോലെ ഈ മൊനമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ മൊനമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക്, ടീച്ചേഴ്സിൻ്റെ ഉള്ളിലേക്ക്, ഡേൻ്റെ ഉള്ളിലേക്ക് ഈ മൊനമ്പ് വെച്ചിട്ട് വേറെ ടീച്ചറിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് അങ്ങനെ ആക്കാവുന്നതാണ് നമുക്ക്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.